ഡേ, നമുക്കൊന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ പറയണ്ടേ? എണീക്ക് കുഞ്ഞൂട്ടാ, കുഞ്ഞാഞ്ഞേ, എണീക്ക്, വാ നമുക്ക് റിവ്യൂ പറയാം. അവർക്ക് പോലും താല്പര്യമില്ല. കാരണം അവർ പോലും വെറുത്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ 7. അത്രമാത്രം ക്രൂരമാണ് മുന്നോട്ടുള്ള യാത്ര. കാരണം ഓരോ എപ്പിസോഡിൽ നിന്നും എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കുന്ന കാഴ്ചക്കാർക്ക് നല്ലതൊന്നും കിട്ടുന്നില്ല. ഇന്ന് എവിടെയോ ചെറുതായിട്ട് ഒരല്പ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗം കാണാൻ സാധിച്ചു. അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഈ പറയുന്ന ഷാനവാസിന്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഒരു വൈകാരികമായിട്ട് അവർ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ അത് എന്നിലും ഒരല്പം ഒരു വേദന ഉളവാക്കി. മറിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും പഴയ രീതി തന്നെയാണ് അവിടെ പോകുന്നത്. പാവം ബിഗ് ബോസിന് പോലും ഇന്ന് വന്നിരുന്നിട്ട് പറയേണ്ടി വന്നു, ഇനി ഇമാതിരിയുള്ള അലിക്കുലുത്ത് പരിപാടിയുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെവിയിൽ നുള്ളി പുറത്തെടുത്ത് കളയുമെന്ന്. കാരണം അവിടെ ഓരോരുത്തർ അവരുടെ ഫിംഗർ വെച്ചിട്ടുള്ള ചേഷ്ടകൾ കാണിക്കുക, പദപ്രയോഗങ്ങൾ നടത്തുക, അശ്ലീലമായിട്ടുള്ള കമന്റുകൾ അടിക്കുക, കുടുംബത്തിനെ പോലും പല വിഷയങ്ങളിലേക്കും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അത്തരത്തിലുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള കളികളാണ് അവിടെ വൈൽഡ് കാർഡായിട്ട് വന്നവരും അവിടെ ഉണ്ടായിരുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ കയറി ഇത്രയേറെ ആക്രമിച്ചിട്ടും ആ പറഞ്ഞ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ ഡ്രാഗ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടും വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ഏറെ പക്വതയോടുകൂടി വളരെയേറെ എന്താ പറയാ നല്ലൊരു രീതിയിലാണ് അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പറയുന്ന എപ്പിസോഡിന്റെ തുടക്കത്തിലും അതുപോലെ തന്നെ മോർണിംഗ് ടൈമിലാണ്, ഇന്ന് ലൈവിലും മോർണിംഗ് ടൈമിലുമാണ് ആ ഒരു വിഷയം നടന്നത്. ജിഷൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി, ഇപ്പൊ വൈൽഡ് കാർഡ് വരെ എൻട്രി ആയിട്ടുള്ള ആ മനുഷ്യൻ അനീഷിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച്, അനീഷിന്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം വളരെ റോങ് ആയ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഈ രീതികൾ കാരണമാണ് ആ പെൺകുട്ടി ഡിവോഴ്സ് ആയി പോകാനുള്ള കാരണം എന്ന രീതിയിൽ പോലും വരുന്ന രീതിയിലാണ് ജിഷിൻ ആ ഒരു പദപ്രയോഗം അവിടെ നടത്തിയിട്ടുള്ളത്. ജിഷിന് ഈ പറയുന്ന അനീഷിനെ പേഴ്സണലി അറിയുന്ന ഒരാളല്ല. ജിഷിന് അനീഷിന്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുറത്ത് ഇതേ സിറ്റുവേഷനിലൂടെ ഒരുപാട് പേർ ചർച്ച ചെയ്തിട്ടുള്ള വളരെ കോൺട്രവേഴ്സികൾ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് ഈ പറയുന്ന ഈ വിഷയം ഉന്നയിച്ച ആളുടെ വിഷയങ്ങൾ പബ്ലിക് ഇടത്ത് ഇന്ന് അവൈലബിളും ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരു ബാൻ മാർക്കുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇന്ന് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. അത് അനീഷിന്റെ വ്യക്തി ജീവിതത്തിലും ആ പറയുന്ന മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള ഇടത്തും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിനുള്ളിലുള്ള ആ ഒരു വിഷയമാണ്. അതിനെ ഇന്ന് ഈ പറയുന്ന മത്സരാർത്ഥി ചികഞ്ഞ് പുകയ്ക്കാൻ നോക്കിയപ്പോൾ വളരെയേറെ പക്വതയോടുകൂടി തന്നെയാണ് ആ അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഈ പറയുന്ന ജിഷിൻ മനസ്സിലാക്കുക, ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയം പ്രശ്നങ്ങളുടെ പുറത്ത് ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്നുള്ളത് ചിലരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവർ പറയുന്നതാണ്. ഇപ്പൊ ജിഷൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. അവിടെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന്, ഒന്നുകിൽ ആണിന്റെ പ്രശ്നം അല്ലെങ്കിൽ പെണ്ണിന്റെ പ്രശ്നം, ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഡിവോഴ്സ് ആവുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ജിഷിനുണ്ട്. ജിഷിനല്ല, പൊതുവെ ഒരു സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ ഡിവോഴ്സ് ആകുന്നു എന്ന് വെച്ച് അത് അയാളുടെയോ അല്ലെങ്കിൽ അയാളുടെ പങ്കാളിയായിരുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല. അവർ ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു ഹസ്ബൻഡും വൈഫുമായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ഒരു ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഫേസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവർക്ക് ഒരുമിച്ച് നിന്ന് അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഒരുമിച്ച് ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാവും. ചില നല്ല സുഹൃത്തുക്കൾ തമ്മിൽ കല്യാണം കഴിക്കാറുണ്ട്, പക്ഷെ അവർ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവർ തമ്മിൽ വേർപിരിയാറുമുണ്ട്. പക്ഷെ അവരുടെ ആ സൗഹൃദം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ അത് അങ്ങനെ തന്നെ നിലനിർത്തും. അവർ എടുത്തിട്ടുള്ള മറ്റൊരു റോൾ ഉണ്ട് ഈ ജീവിതത്തിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളത്. അതിൽ അവർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കത്തില്ല, പക്ഷെ അവരൊരു നല്ല സുഹൃത്തായിട്ട് അവർ ഈ ഭൂമിയിൽ തുടരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും അവരവരുടേതായ ഓരോ ഇഷ്യൂസും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ പേരും അവർ ആണിന്റെ പ്രശ്നം പെണ്ണിന്റെ പ്രശ്നം എന്ന് വേർതിരിച്ച് നിർത്തുമ്പോൾ എല്ലാവരുടെ ഇടത്തും അതല്ല വിഷയം. ചിലരുടെ ഒരുമിച്ചുള്ള ആ ഒരു സിറ്റുവേഷനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. മറിച്ച് അവർ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ അവർ ഡിവോഴ്സ് ആവുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ഈ പറയുന്ന ആണെന്ന് പറയുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഉണ്ടാവുന്ന വീക്ക് കൊണ്ട്
കൂടെയുള്ള ആൾക്ക് സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡിവോഴ്സ് ആവുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ വഴി ചില ബന്ധങ്ങൾ ഡിവോഴ്സ് ആവാറുണ്ട്. അതിന്റെ മറ്റ് ഭീകരമായ വെർഷനാണ് ഈ പറയുന്ന ജിഷിൻ പറയുന്ന പോലെ വളരെയേറെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ട്, വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, കുടുംബ കോടതികളിൽ പോലും ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടത്തിയതിനപ്പുറം ഡിവോഴ്സുകൾ നേടിയെടുക്കുന്ന ആളുകൾ. ഇവിടെ ഒരുപാട് പേർ മ്യൂച്വലി ഡിവോഴ്സ് ആയി പോകുന്നുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതവും വളരെ സൗമ്യവുമായിരിക്കാം. അവർക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇപ്പോൾ കാണുന്ന ആ ഒരു സൗഹൃദമോ ആ ഒരു സ്നേഹമോ ഒരുപാട് നാളുകൾക്കപ്പുറം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധ്യത്തിൽ നിന്നാവണം ചിലപ്പോൾ അവർ ഡിവോഴ്സ് ആയി മാറുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിവോഴ്സ് ആവുന്ന ആളുകളുടെ എല്ലാവരും പ്രശ്നക്കാരാണെന്നും ഇവിടെ ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഡിവോഴ്സ് ചെയ്യുന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയാണ് ജിഷിൻ എന്ന് ആ ഒരു അവസരത്തിൽ അവിടെ എന്താ പറയാ ശബ്ദം ഉയർത്തി പറയാൻ നോക്കിയത്. എനിക്ക് തോന്നുന്നത് ജിഷിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജിഷിൻ ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാ പേരും അങ്ങനെയല്ല. പക്ഷെ അനീഷ് ആ ഒരു വിഷയത്തിൽ ഒരുപാട് സംസാരിക്കുവാനോ ആ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല. പക്ഷെ ജിഷിൻ എടുത്തിരുന്ന ആ ഒരു ടേക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ടേക്ക് തന്നെയായിരുന്നു. പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയാലോ, ഷാനവാസും അക്ബറും തമ്മിലുള്ള ഇഷ്യൂ ഈ പറയുന്ന ഷോയുടെ തുടക്കം മുതലേ ഉള്ളതാണ്. അവർ അവരുടെ പലതരത്തിലുള്ള ആർഗ്യുമെന്റുകൾ ഏകദേശം ഒരു കയ്യാങ്കളിയുടെ അറ്റം വരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ബിഗ് ബോസ് പല ആവർത്തി അവരെ പല സമയങ്ങളിൽ ഈ പറയുന്ന റൂമിൽ വിളിച്ചിരുത്തി ഒരുപാട് തവണ സംസാരിച്ചതാണ്. ഇന്ന് വളരെയേറെ എന്താ പറയുക ഷൗട്ട് ചെയ്യുന്ന ഒരു ബിഗ് ബോസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അത് ഒരു പരിധിക്കപ്പുറം ഈ പറയുന്ന ബിഗ് ബോസ് ആയാലും ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ല, ആ ഒരു ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞിട്ടാണ് ഈ സീസണിൽ ബിഗ് ബോസ് നിൽക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ആ വോയിസ് മാറുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ബിഗ് ബോസ് നോർമലി പറയുന്ന വോയിസിൽ നിന്നും വളരെയേറെ ചേഞ്ച് ആയിട്ടാണ് ഈ സീസണിൽ ബിഗ് ബോസിന്റെ വോയിസ് പോലും മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു അവസരത്തിൽ ബിഗ് ബോസ് പോലും പേടിക്കുന്നുണ്ട് ഇവർ ഏത് രീതിയിലാണ് വിഷയങ്ങൾ സംസാരിക്കുന്നത്, ഇവരുടെ വായിൽ നിന്നും എന്താണ് പുറത്തേക്ക് ഇനി വരാൻ പോകുന്നത്. അത്രത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു സീസണായിട്ട് ഈ ഒരു സീസണെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വന്നു കയറിയിട്ടുള്ള വൈൽഡ് കാർഡും ദുരന്തമായി മാറിയപ്പോൾ ഇനി ഈ സീസണിന്റെ കാഴ്ചയും അല്ലെങ്കിൽ ഈ സീസണിന്റെ യാത്രയും എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. ഇവിടെ എല്ലാവരും തന്നെ വ്യക്തി ജീവിതങ്ങളെ ഇതിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഈ മത്സരത്തിൽ പോലും ഇല്ലാത്ത മനുഷ്യരെ പോലും ഈ വിഷയത്തിങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം രണ ഫാത്തിമ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഹൗസിനുള്ളിൽ കാണിച്ചിട്ടുള്ള അവരുടേതായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ വിയോജിപ്പും അതിനെ ശക്തമായും എതിർക്കുന്നതുമായിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷെ ആ പറയുന്ന വ്യക്തിക്ക് പുറത്തൊരു ജീവിതമുണ്ട്. അത് പറയുന്നത് പോലെ ഒരു അഫെയർ ഉണ്ട്. ആ അഫെയറിനെ കുറിച്ച് വളരെ ലൈവായിട്ട് പൊതു ഇടത്തിൽ സംസാരിച്ച് തങ്ങളുടെ കുടുംബത്തിൽ പോലും പെർമിഷൻ കിട്ടി അവർ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലൈഫാണ്. ആ ജീവിതത്തെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവരത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വളരെ ആക്റ്റീവായിട്ട് അവർ പബ്ലിക്കലി തന്നെ ഒരു ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്ത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ റിവീൽ ചെയ്തു പോകുന്ന ഒരു ആളും കൂടിയാണ്. ആ ഇടത്തിലേക്ക് ആ പറയുന്ന പയ്യനെ വളരെ മോശമായ രീതിയിലാണ് മസ്താനി ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അതൊക്കെ വളരെ ചീപ്പാണ്. എന്ത് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ പോലും ഒരാളെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ പേഴ്സണൽ ഇടത്തിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നത് മസ്താനി ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. അതിന് ഏത് തരത്തിൽ നമ്മൾ ന്യായീകരിക്കാൻ നോക്കിയാലും അതങ്ങോട്ട് ന്യായീകരിക്കപ്പെടത്തില്ല. കാരണം അത് ഒരാളുടെ വളരെ പേഴ്സണലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ സ്വകാര്യതയ്ക്ക് അകത്ത് നമ്മൾ കടക്കുന്നത് പോരാഞ്ഞിട്ട് സ്വകാര്യതയെ പിന്നെയും മോശമായ രീതിയിൽ സമൂഹത്തിലോട്ട് വിളിച്ചു പറയുമ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് അവിടുത്തെ കുലിസിതവുമായി ബന്ധപ്പെട്ടുള്ള അനിമോളുടെ ആ ഒരു പരാമർശം. അനിമോളുമായി ബന്ധപ്പെട്ടുന്ന ശൈത്യയുടെ ഒരു കോണ്ടന്റ് ആണ് ഹൗസിനുള്ളിൽ പോയിട്ടുള്ളത്. ഒരു കട്ടപ്പ എന്ന് പറയുന്ന രീതിയിൽ, അതായത് ശൈത്യ അനിമോളെ പിന്നിൽ നിന്നും കുത്തി എന്ന് പറയുന്ന അനിമോളുടെ കാര്യങ്ങൾ, അനിമോളുടെ കൂടെ നിന്ന് ശൈത്യ ചെയ്ത കാര്യങ്ങൾ അതിൽ പങ്കില്ല എന്ന് ശൈത്യ ഹൗസിനുള്ളിൽ ഒരു മറ്റൊരാളോട് പറഞ്ഞു എന്ന് മസ്താനി അനുമോളോട് പറയുന്നത് നമ്മൾ കഴിഞ്ഞ നൈറ്റിൽ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കട്ടപ്പ എന്ന് പറയുന്ന ഒരു പരാമർശം ഹൗസിനുള്ളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത് ശൈത്യ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിലുള്ള സത്യം നമുക്ക് പബ്ലിക്കിന് അറിയാം. കാരണം അത് ആരോടാണ് ഏതൊരു സിറ്റുവേഷനാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ആ ഹൗസിൽ ആ മത്സരാർത്ഥി ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ സരിക എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയോടാണ് ഈ പറയുന്ന ശൈത്യ അനുവിനെ ഒരു എന്താ പറയാ ഒരു റിബലായ രീതിയിൽ അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് തെറ്റിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ പബ്ലിക് അത് കണ്ടതാണ്. പക്ഷെ ഹൗസിനുള്ളിലുള്ള ആർക്കും അത് വളരെയേറെ അറിയത്തില്ല. പക്ഷെ ശൈത്യക്ക് അത് അറിയാം. പക്ഷെ ശൈത്യ മറന്നതാണോ ഇനി ആ വിഷയം എന്ന് എനിക്കറിയില്ല. ശൈത്യയുടെ ഫേസിലുള്ള ആ എക്സ്പ്രഷൻ കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്രഷനെ കാണുമ്പോൾ ഇനി അത് ശൈത്യം മറന്നതാണോ അതോ ഇനി ശൈത്യ വലിയൊരു നടിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയാലും അനുമോൾ
പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ആര്യനും ജിസേലിനും എതിരായിട്ട് നടന്നിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ തെറ്റായ സ്റ്റേറ്റ്മെന്റിനെ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവരവിടെ അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന് എന്ത് തന്നെ വാട്ടവർ, അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. അവരുടെ പബ്ലിക്കിൽ ഒരുപാട് പേർ കാണുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിലും ജനം ആ ബ്ലാങ്കറ്റിനുള്ളിൽ എന്താണ് നടന്നതെന്ന് ഇന്നും കണ്ടിട്ടില്ല. ഒരുത്തനും അത് കണ്ടിട്ടില്ല. ആ വീഡിയോ വെച്ച് ഒരുപാട് പേർ ഷെയർ ചെയ്ത് പലതരത്തിലുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ആരും അത് വിഷ്വലി കണ്ണുകൊണ്ട് ആ ഒരു സംഭവം കണ്ടിട്ടില്ല. ബ്ലാങ്കറ്റിനുള്ളിൽ എന്തോ നടന്നു, അത് അവരുടെ പേഴ്സണൽ, അത് അവർ ജനത്തിനെ കാണിച്ചില്ലല്ലോ. പക്ഷെ അതിനുള്ളിൽ ചികഞ്ഞു കയറിയത് അനുവാണ്. അപ്പൊ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് ഇതിന് അനു ഉത്തരം കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ആര്യനും ജിസേലിനും എതിരെയും എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവരെ കയ്യിലും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് തീ പാറുന്നതായിരിക്കും. ലാലേട്ടനെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇതിനകത്ത് ബിഗ് ബോസ് എന്തിനാണ് ആഡ് ചെയ്തതെന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു ടാസ്കിനകത്ത് അങ്ങനെ ഒരു പണിഷ്മെന്റ് എന്തിനാണ് ഈ ഒരു സീസണിൽ വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാവരുടെയും റെപ്രസെന്റേറ്റീവ് ആണ്. അവരുടെയൊക്കെ കാര്യങ്ങൾ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ബിഗ് ബോസിന്റെ സെൻട്രലിൽ നിൽക്കുന്ന, എവരുടെയും ബിഗ് ബോസിന്റെ സെൻട്രലിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഈ പറയുന്ന ലാലേട്ടൻ. ലാലേട്ടനോടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഒരേ പരിഗണനയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 or 3 മത്സരാർത്ഥികളെ മാറ്റി നിർത്തിയിട്ടുള്ള ആ ഒരു ടാസ്കിനോട് വ്യക്തിപരമായിട്ട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എന്തായാലും മത്സരം ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ, നമുക്കും ഒപ്പം തന്നെ സഞ്ചരിക്കാം. ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നമ്മൾ രണ്ടുപേരും ഉറങ്ങി. എന്റെ കത്തി കേട്ടിട്ട് പോലും ഇവന്മാർ ഉണർന്നില്ല. കണ്ടില്ലേ, രണ്ടും നല്ല സുഖം ഉറക്കം. ഒരുത്ത് നീണ്ടു കിടന്നുറങ്ങണ്, ഒരുത്ത് കുറുവി കിടന്നുറങ്ങണ്. ഇത്രയും കത്തി ഞാൻ വെച്ചിട്ടും അവർ ഉറക്കത്തിന് അവർക്ക് ഒരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും അവർക്കത് ഡിസ്റ്റർബ് ആയില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്തായിരുന്നെങ്കിൽ അലമുറയിട്ട് അവിടെയുള്ള എല്ലാത്തിനും അവർ ഉണർത്തിയേനെ. അതാണ് എന്റെ മക്കൾ കണ്ട സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെയും എന്റെയും ചെറിയൊരു അഡ്വാൻസ് ഓണാശംസകളൂടെ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.